നൂറുദ്ദീൻ സിങ്കി തങ്ങളുടെ കാലത്താണ് അലപ്പോയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളോ ജൂതന്മാരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വന്നത്. അവര് ചെയ്ത പണി എന്താണ്? മസ്ജിദുൻ നബവിയിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അവര് തുരന്നുണ്ടാക്കും, അണ്ടർഗ്രൗണ്ടിലൂടെ തുരന്ന് മണ്ണ് ശേഖരിക്കും. സുബഹിക്ക് മുമ്പ് ജന്നത്തുൽ ബഖിയ ഖബർസ്ഥാനാണ്, അവിടെ കൊണ്ടുപോയി മണ്ണ് നിക്ഷേപിക്കും. തഹജ്ജുദിന്റെ സമയത്ത് തന്നെ പള്ളിയിൽ വരും. ആരും സംശയിക്കുന്ന വ്യക്തികളല്ലാതെ ജൂതന്മാരവിടെ തുരന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് ഉൾക്കൊള്ളുന്ന റൂമിന്റെ അടുത്ത് വരെ എത്തി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറുദ്ദീൻ സിങ്കി എന്ന ഭരണാധികാരിയോട് സ്വപ്നത്തിൽ പറഞ്ഞു, എന്റെ ഖബർ ഇങ്ങനെ തുരന്നു വരുന്നുണ്ട്, വേണ്ടത് ചെയ്യണേ. ഇത് താരീഖുൽ മസ്ജിദുൻ നബവിയ്യ ശരീഫിലുണ്ട്. അതുപോലെ സയ്യിദ് സുമൂദി തങ്ങളുടെ വഫാഉൽ വഫയിലുണ്ട്, താരീഖുൽ മദീനത്തുൽ മുനവ്വറയിലുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ്. അവസാനം നൂറുദ്ദീൻ സിങ്കി തങ്ങൾ നേരെ മദീനയിൽ വന്നു. മദീനയിൽ വന്ന് ഇവരെ കണ്ടുപിടിച്ചു, മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കി. എന്നിട്ട് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചുറ്റും വെള്ളം കാണുന്ന ആഴത്തിൽ കുഴിക്കുകയും ഈയം ഒഴുക്കിയിട്ട് ഒഴിച്ചിട്ട് മതിൽ കെട്ടുണ്ടാക്കുകയും ചെയ്തു അണ്ടർഗ്രൗണ്ടിൽ. അങ്ങനെ സംരക്ഷണം ഏർപ്പെടുത്തിയ മഹാനാണ് നൂറുദ്ദീൻ സിങ്കി എന്ന ഭരണാധികാരി. മഹാനവറുകൾ ഒരുപാട് നീക്കങ്ങൾ നടത്തി. നാളെ എന്നെങ്കിലും ഒരു ദിവസം ഈ മസ്ജിദുൽ അഖ്സ മോചിച്ചു കിട്ടുമെന്ന് കരുതി മഹാനവറുകൾ ഒരു മിമ്പർ പണിതവിടെ വെച്ചു. പക്ഷേ മഹാനവറുകളും വഫാത്തായി പോയി. പിന്നീട് ചെറുപ്പക്കാരനായ മകനാണ് ഭരണാധികാരിയായത്. അന്ന് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ഈജിപ്തിലാണ്. ആ ചെറുപ്പക്കാരനായ ഭരണാധികാരി രാഷ്ട്രീയ മേഖലയൊക്കെ തകർന്ന് തരിപ്പണമായപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ രംഗത്തേക്ക് വന്നു. മഹാനവറുകൾ ആലോചിക്കുകയാണ്, ബൈത്തുൽ മുഖദ്ദസ് ഒന്ന് മോചിപ്പിക്കണമല്ലോ. അതിന് മഹാനവറുകൾ ചെയ്ത പണി എന്താണ്? ജനങ്ങളെ ആത്മീയമായി സംസ്കരിച്ചു. എന്നിട്ട് രാത്രിയിൽ 20 കൊല്ലത്തെ പരിശ്രമമാണ് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ നടത്തിയത്. തഹജ്ജുദിന്റെ സമയത്ത് മുസ്ലിം വീടുകളുടെ ഗല്ലികളിലൂടെ ഇങ്ങനെ നോക്കും, വിളക്ക് തെളിഞ്ഞിട്ടുണ്ടോന്ന്. അവ പല വീടുകളിലും ആൾ ഉണർന്നിട്ടില്ല. അപ്പൊ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് കിട്ടാൻ പോണില്ല. തഹജ്ജുദിന്റെ സമയത്ത് ഉണരാത്ത ഒരു മുസ്ലിം ജനതയ്ക്ക് ജയിക്കാൻ പറ്റില്ല. നമ്മുടെ മക്കൾ സുബഹി നിസ്കരിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ആ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് നമുക്ക് മുഴുവനും വിപത്താണ്. നമുക്കല്ല തന്ന നിഅമത്ത് മുഴുവൻ ഇല്ലാതാകാനുള്ള കാരണമാണ്. പാതിരാവുകളിൽ നമ്മുടെ മക്കൾ ഡിജിറ്റൽ സ്ക്രീനുകളിൽ ജീവിതം കഴിച്ചുകൂട്ടിയിട്ട് രാത്രികാലങ്ങളിൽ അങ്ങാടികളിൽ അലഞ്ഞു നടന്നിട്ട് സുബഹി ഖളാക്കിയിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടോ? വിപത്ത് വരാനുണ്ടേ, അപകടം വരാനുണ്ടേ. ഇത് ചരിത്രം വെച്ചുകൊണ്ടുള്ള വർത്തമാനമാണ്. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ജനങ്ങളെ ആത്മീയമായി സംസ്കരിച്ചു. മുസ്ലിം ഭവനങ്ങളൊക്കെ തഹജ്ജുദിന് ഉണരാൻ തുടങ്ങി. അവര് നേരത്തെ എഴുന്നേൽക്കുന്നു, നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഇനി ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് കിട്ടും. അങ്ങനെ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചപ്പോൾ മഹാനവറുകൾക്ക് പറയാനുള്ളൊരു ഹിസ്റ്ററിയുണ്ട്. 40 കൊല്ലമായി എനിക്ക് ജമാഅത്ത് മുടങ്ങിയിട്ടില്ല, 40 കൊല്ലമായി തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. അങ്ങനത്തെ നേതാക്കളും ജനങ്ങളും വന്നപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ കയ്യിലേക്ക് വന്നു. വീണ്ടും നമ്മൾ ആത്മീയമായി പിന്നോട്ട് പോയപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് ഇന്നത്തെ അവസ്ഥയിൽ ലോകം മുഴുവനും കരഞ്ഞുകൊണ്ട് കണ്ടും കേട്ടുമിരിക്കുന്നു.
ഇതൊരു ബൈത്തുൽ മുഖദ്ദസിന്റെ ഉദാഹരണമല്ല. നമ്മുടെ ഒരുപാട് പള്ളികൾ തകർക്കപ്പെട്ടത് നമ്മൾ ഭൗതികതയിലേക്ക് ആറാടുകയും അള്ളാഹുവിനെ മറക്കുകയും നിസ്കരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ്. നമ്മുടെ ഒരുപാട് സ്വത്വങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടത്, നമ്മളുടെ അഭിമാനം മുഴുവനും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു തആല ഇസ്ലാം കൊണ്ടാണ് നമുക്ക് പ്രതാപം നൽകിയത്, അല്ലാതെ ജാട കൊണ്ടല്ല, വേല കൊണ്ടല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. ഇന്നത്തെ നമ്മുടെ വിചാരം എന്താണ്? പണമുണ്ടായാൽ ലൈഫ് ഹാപ്പിയായി എന്ന്. കേവലം പണം കൊണ്ട് നമുക്ക് ജയിക്കാനാവില്ല. ഖുർആൻ ഒരു പണക്കാരനെ പരിചയപ്പെടുത്തിയില്ലേ? ഖാറൂൻ. അയാള് പണം കൊണ്ട് ജയിച്ചോ? ഇല്ല. അധികാരം കൊണ്ട് നമുക്ക് പ്രതാപം കിട്ടുമോ? ഇല്ല. ഖുർആൻ ഒരു ഭരണാധികാരിയെ പരിചയപ്പെടുത്തിയില്ലേ? ഞാനാണ് പടച്ചോനെന്ന് വരെ വാദിക്കാൻ മാത്രം സ്വാധീനമുള്ളൊരു ഭരണാധികാരി ഫിർഔൻ. അധികാരം കൊണ്ട് അയാൾക്ക് നിലനിൽക്കാനായില്ല. പണം കൊണ്ടും അധികാരം കൊണ്ടുമല്ലടോ നിലനിൽപ്പെന്ന് പറയാനാണ് ഫിർഔനെയും ഖാറൂനെയും ഖുർആൻ പഠിപ്പിച്ചത്. അതേ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ, ഒരിറ്റു വെള്ളം കുടിക്കാൻ കിട്ടാതെ നെട്ടോട്ടമോടിയ ഒരു കുടുംബത്തെ ഖുർആൻ പറയുന്നുണ്ട്. അതാരാണ്? ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം, ദബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം, ഹാജർ അലൈഹസ്സലാം. കൊട്ടാരത്തിൽ വസിച്ചവരല്ല, സപ്രപഞ്ചത്തിൽ ജീവിച്ചവരല്ല. ഒരു നേരം വെള്ളം കിട്ടാൻ നെട്ടോട്ടമോടിയ ജീവിത അധ്യായമുണ്ട്. പക്ഷേ ലോകം മുഴുവനും നെഞ്ചിലേറ്റിക്കൊണ്ട് എന്നും നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ കുടുംബത്തെ പറയുന്നുണ്ട്, കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. നമ്മൾ വിചാരിച്ചെന്താ, ക്യാഷ് ഉണ്ടായാലല്ല ഇതാ. നോ, ഇത് ഖുർആനാണ്. ക്യാഷ് ഉണ്ടായത് നല്ല നിലക്കാണെങ്കിൽ സ്വാലിഹായ മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ സമ്പാദ്യം ഉണ്ടായാൽ അതവൻ പിടിച്ചു വെച്ചിട്ട് ജാട കാണിക്കാനല്ല. മസ്ജിദുൻ നബവി പണിയാൻ സംഭാവന കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ സ്വത്ത് പോലെ, മദീനത്തെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിണർ വാങ്ങിക്കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ സ്വത്ത് പോലെ, മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം വാരിക്കോരി കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ സമ്പാദ്യം പോലെ. അള്ളാഹുവിനെ മറക്കാത്ത നിഅമത്ത് അത് ദീനിന് ഉപകാരമാണ്, അതിന്റെ ആളുകൾക്കും ഉപകാരമാണ്. അല്ലാതെ പുതിയ തലമുറ വിചാരിച്ചത് പൈസ ഉണ്ടോ എല്ലായി, വേറൊന്നും ആവശ്യമില്ല. അങ്ങനല്ല. പൈസ കൊണ്ട് മാത്രം ഒരു ജനതയും ജയിച്ചിട്ടില്ല. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ ഭരണാധികാരിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കാനുള്ള ഇബാദത്താകുന്ന, ആരാധനയാകുന്ന നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിവാദ്യമുണ്ട്. ആ അഭിവാദ്യം നിർവഹിക്കുമ്പോൾ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജരുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ വേണം സലാം ചൊല്ലാൻ. എന്ന വിശ്വാസത്തോടെ വേണം സലാം ചൊല്ലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയുകയും കാണുകയും ചെയ്യുന്നു എന്ന ബോധ്യത്തോടെ വേണം സലാം ചൊല്ലാൻ. അപ്പോൾ 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത്
കേവലം അള്ളാഹുവിനുള്ള ആരാധന മാത്രമല്ല, അള്ളാഹുവിനുള്ള ആരാധനയോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അഭിവാദ്യമാണ്. എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും 5 സമയങ്ങളിലായി 9 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബോധന ചെയ്യുന്നുണ്ട്, അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയുണ്ട്. ഉമ്മാനോട് ദിവസവും 9 തവണ സലാം പറഞ്ഞ് എത്ര ദിവസം ഉണ്ടാവും നമുക്ക് പറയാൻ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എപ്പോഴിറങ്ങിയാലും ഉമ്മാക്ക് സലാം പറഞ്ഞിട്ടേ ഇറങ്ങൂ. എന്നാൽ പോലും ഒരു ദിവസം 9 പ്രാവശ്യം സലാം പറയുന്ന പതിവ് നമുക്കുണ്ടായിട്ടുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ടോ? സാഹചര്യമുണ്ടോ? ഇല്ല. ലോകത്ത് വേറെ ഒരാളോടും ഇത്രമേലൊരു ബന്ധം നമുക്ക് കാണിക്കാനില്ല, ഇത്രമേലൊരു ബന്ധം നമുക്ക് പറയാനില്ല. എല്ലാ ദിവസവും 9 പ്രാവശ്യം ഫർള് നിസ്കാരത്തിൽ മാത്രമായി അസ്സലാമു അലൈക അയ്യുഹൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഓ നബിയായിട്ടുള്ളവരെ സലാം. ഒരു വിശ്വാസിക്ക് ഏറ്റവും പരിചയമുള്ള ആൾ ആരാണ്? വിദേശത്തുള്ള ആളുകൾ എല്ലാ ദിവസവും ഉമ്മാനെ വിളിക്കുന്നവരുണ്ടാവും, ഭാര്യയെ വിളിക്കുന്നവരുണ്ടാകും, മക്കളെ വിളിക്കുന്നവരുണ്ടാകും. എന്നാലും എല്ലാ ദിവസവും ഒരു 9 തവണ വിളിക്കാറുണ്ടോ? ഒരു തവണ 2 തവണയൊക്കെ വിളിച്ചെന്ന് വരാം. അപ്പോൾ നമുക്ക് ഏറ്റവും കടപ്പാടുള്ള ആൾ ആരാണ്? ബന്ധമുള്ള ആൾ ആരാണ്? ഏറ്റവും കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന വ്യക്തി ആരാണ്? വേറെ ആരുമല്ല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്നോടും നിങ്ങളോടും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? ഇത്രമേൽ ബന്ധപ്പെട്ട ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും ഞാൻ സലാം പറയുന്ന 9 പ്രാവശ്യം സലാം പറയുന്ന നേതാവാണ്, 9 പ്രാവശ്യം അഭിവാദ്യം ചെയ്യുന്ന നേതാവാണ്. സുന്നത്ത് നിസ്കാരം കൂടെ കൂട്ടിയാൽ എത്രയുണ്ടാകും? നമ്മൾ ആലോചിച്ചു നോക്കൂ. ഇനി ലോകം മുഴുവനും 100-200 കോടി മുസൽമാനുണ്ട്. അതിൽ നിന്ന് ഒരു 50 കോടി ജനങ്ങൾ നിത്യം നിസ്കരിക്കുന്നു എന്ന് വെച്ചോളൂ. ടോട്ടൽ ഒരു 25% ആളുകൾ നിത്യം നിസ്കരിക്കുന്നു എന്ന് വെച്ചാൽ 50 കോടി ജനങ്ങൾ ദിവസവും മിനിമം 9 പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹൻ നബി അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഇത്രമേൽ അഭിവാദ്യം ചെയ്യപ്പെടുന്ന ഒരാൾ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? മനസ്സിരുത്തി നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രമേൽ ബന്ധമുള്ള ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നമ്മളും തമ്മിലുള്ള ബന്ധം കൃത്യമായി വ്യവസ്ഥാപിതമായി സമഗ്രമായി ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കാരാണ് എന്ന ബോധ്യത്തിലേക്ക് വിശ്വാസി ലോകം എത്തണം. ഈ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ നമുക്ക് ബോധ്യമുണ്ടോ? അതിനെന്ത് വേണം? നിസ്കരിക്കുന്ന നേരത്ത് മനസ്സാന്നിധ്യത്തോടെ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാണ് എന്നുള്ള വിചാരം ഖൽബിൽ വെച്ചുകൊണ്ട് സലാം പറയണം. അങ്ങനെ നമ്മൾ നിസ്കരിക്കാറുണ്ടോ? അങ്ങനെ നമ്മൾ നിസ്കരിക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം.
നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന വിചാരം നമുക്കുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന വിചാരത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ നേരിട്ട് സലാം പറയുകയാണെന്ന ബോധ്യത്തോടെ നിസ്കാരവും അതിലെ അത്തഹിയ്യാത്തുമൊക്കെ നിർവഹിച്ചാൽ ആ നിസ്കാരമാണ് യഥാർത്ഥത്തിലുള്ള നിസ്കാരം. അല്ലെങ്കിൽ നിസ്കാരം കേവലം ഒരു ശാരീരിക വ്യായാമമാണ്. ആത്മീയമായ മൂല്യം അതിന് ലഭിക്കുമോ? മുഅ്മിനീങ്ങളെ, ആധുനിക രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. അത് പറയാനുള്ള വേദിയായി ഞാൻ ഇതിനെ കാണുന്നില്ല. വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കണില്ല. അതിനുള്ള വേദിയായി ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന്റെ അടിസ്ഥാനം എവിടെയാണ്? അല്ലാഹു റസൂലുഹു, അല്ലാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ബന്ധമാണ്. നമ്മൾ വിചാരിക്കും ഇവിടെ വയല് സംഘടിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? ഇന്ത്യ മഹാരാജ്യത്തിലെ വർത്തമാനകാല രാഷ്ട്രീയ പരിസരത്തെ കുറിച്ചൊന്നും പറയാനില്ലേ? അതെല്ലാം പറയാൻ നമുക്ക് ഒരുപാട് വേദികളുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇന്ന് ലോകത്ത് എവിടെയെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങളുടെ മുഴുവനും കാരണം നമ്മൾ മുഅ്മിനീങ്ങളാവുന്നില്ല എന്നത് തന്നെയാണ്. നാം ശരിയായ മുഅ്മിനീങ്ങളായി മാറിയാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പരീക്ഷണങ്ങളിലേക്ക് വന്നത്? നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാത്തത് കൊണ്ട്. ഒരുപക്ഷെ ഇനി ലോകത്ത് തന്നെയും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളുള്ള ഒരു ജനതയായിരിക്കും ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എന്ന് രാഷ്ട്രീയ കാർമേഘങ്ങൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? നമ്മൾ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും എത്രയോ അകന്നാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും എത്രയോ അകന്നാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പേരുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ്, പേരുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്. എന്നാൽ നമ്മളിൽ നിന്ന് ശരിയായ ഈമാൻ ഉണ്ടോ? ശരിയായ നിസ്കാരമുണ്ടോ? ശരിയായ ബോധ്യം നമ്മുടെ ഖൽബിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വഅദ് പരമ്പരയിലും ഹുബ്ബുർ റസൂൽ എന്ന വിഷയം വെക്കുകയും അത് കേട്ടുപോവുകയും ചെയ്യുക എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യവും എതിരാവാതിരിക്കുക. ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുക. എനിക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും. എനിക്കത് കാണണം, ഇത് കേൾക്കണം, അത് ചെയ്യണം, അവിടെ പോകണം, ഇന്നതെല്ലാം കാട്ടിക്കൂട്ടണം. അതെല്ലാം എന്റെ താല്പര്യങ്ങളായിരിക്കും. അതേ സമയത്ത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവരികയും അനുവദിക്കുകയും ചെയ്ത സ്ഥലത്ത് എന്റെ താല്പര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് വീഴുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഞാൻ ശരിയായ മുഅ്മിനാകുന്നത്, ഞാൻ ശരിയായ മുഅ്മിനത്തായി മാറുന്നത്, ഞാൻ ശരിയായ വിശ്വാസിയായി മാറുന്നത്. എനിക്ക് ആ വസ്ത്രമൊന്ന് വാങ്ങിയാൽ കൊള്ളാം. മോളെ, ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ള വസ്ത്രമല്ല. എന്നാൽ വേണ്ട. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബുണ്ടാവുക. എനിക്ക് ആ സ്കൂളിലെ ടൂറിൽ ഒന്ന് പോകണം ഉപ്പ,
മോളെ ആ ടൂറിൽ പോയാൽ അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ ഇടവലരും, ഒരുപാട് ഹറാമുകൾ ചെയ്യേണ്ടി വരും, ഒരുപാട് അനാവശ്യങ്ങൾ ചെയ്യേണ്ടി വരും, ഒരുപാട് അനാവശ്യങ്ങൾ കാണേണ്ടി വരും. അതുകൊണ്ട് മോളെ ആ യാത്ര നിനക്ക് അനുവദിക്കപ്പെട്ടതാവാൻ ന്യായമില്ല. എല്ലാത്തിലും ഉപരി സയ്യിദുൽ വജൂദി വൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന യാത്രയല്ല മോളെ. എന്നാൽ വേണ്ട, അപ്പോഴാണ് മഹബ്ബത്തുണ്ട് എന്ന് പറയാൻ പറ്റുക. അല്ലാതെ ആഷിഖുർ റസൂൽ എന്ന് പേര് വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? മുഹിബ്ബുർ റസൂൽ എന്ന് പേര് വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? മാദിഹുർ റസൂൽ എന്ന് പേര് വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ആഷിഖാത്തുകൾ എന്ന് വിളിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? സ്വലാത്ത് ഗ്രൂപ്പുകളിൽ മെമ്പർ ആയത് കൊണ്ട് കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടോ വാദിച്ചത് കൊണ്ടോ കാര്യമുണ്ടോ? ഇല്ല. മറിച്ചെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി അനുഭവിച്ച്, മോളെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ളതാണ് നീ ചെയ്യുന്നത്, അൽഹംദുലില്ലാഹ്. മോളെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ളതല്ല, എന്നാൽ വേണ്ട. പ്രിയമുള്ളവരെ, ഈ ഭാഗത്തൊക്കെ വലിയ വലിയ നല്ല ഉമറാക്കളുള്ള നാടാണ്, ദീനിനെ സ്നേഹിക്കുന്ന ഉമറാക്കളുള്ള നാടാണ്, ദീനിനെ സഹായിക്കുന്ന ഉമറാക്കളുള്ള നാടാണ്. അള്ളാഹു എല്ലാവരുടെയും നിഅമത്തിലും സമ്പത്തിലും ജോലികളിലും അള്ളാഹു ബറക്കത്ത് ചെയ്തു തരട്ടെ. എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരു മകളുടെ കല്യാണം വന്നാൽ ആ കല്യാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന ലിമിറ്റിൽ നിർത്താൻ ഗൃഹനാഥന്മാരായ ഹാജിമാരെ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ, അത്രേ ചോദിക്കുന്നുള്ളൂ. എന്റെ പ്രിയമുള്ള ഉമ്മബെങ്ങന്മാരെ, മദീനയിൽ വിശ്രമിക്കുന്ന ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ളത് മാത്രം പോരെ നമ്മുടെ ആഘോഷത്തിന്? 1000 കല്യാണങ്ങൾ വേണോ? ഒരു കല്യാണം ഇന്ന് 10 കല്യാണമാണ്. അതിൽ പലതും ആർഭാടമാണ്, പലതും അനാചാരമാണ്. ഇന്നോ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സഹോദരിമാർ നിറഞ്ഞ് ആടുന്ന ഒരു കാലമാണ് ഇത്. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയമുള്ള കാര്യമാണോ എന്നൊന്ന് ആലോചിച്ചുകൂടെ? നമ്മളൊരു കാര്യം അറിയണം, നമ്മുടെ വിവാഹ വീടുകളിൽ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം കരയുന്നുണ്ട്. ആരെ ഓർത്തിട്ടാണ് കരയുന്നത്? എടാ മനുഷ്യ, എത്രയോ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോ നീ ഇത് നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ചോദിച്ച് ആ ഭക്ഷണം പോലും വിലപിക്കുന്നുണ്ടാകും. ബഹുമാനപ്പെട്ട മുസ്തഫ ഹാജിന്റെ കൂടെ കഴിഞ്ഞ 5 ദിവസം ഞാൻ ബംഗാളിലും ബീഹാറിലും ആയിരുന്നു. ഓരോട് നിങ്ങൾ ചോദിച്ചു നോക്കണം, ഒരു പൊതി ചോറിന് വേണ്ടി ജനങ്ങൾ വന്ന് നിൽക്കുന്നത്. ആ പൊതിന്റെ വലിപ്പം കണ്ടിട്ട് ആചാര്യ ചോദിക്കുക, ഇതെങ്ങനെയാ വയറ് നിറയാന്ന്? ആ ഒരു ചെറിയ പൊതിച്ചോറിന് വേണ്ടി ആളുകൾ വന്ന് മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് സമർപ്പിക്കാൻ വേണ്ടി പോയി. എത്ര റുപ്യന്റെ വീടാന്നറിയോ? 2.5 ലക്ഷം രൂപയുടെ വീട്. 2.5 ലക്ഷം രൂപന്റെ വീട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? 2.5 ലക്ഷം രൂപയുടെ വീട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഡൈനിങ് ഹാൾ എവിടെ? സിറ്റ് ഔട്ട് എവിടെ? കിച്ചൺ എവിടെ? ലിവിംഗ് റൂം എവിടെ? മാസ്റ്റർ ബെഡ് എവിടെ? ലോക്കൽ ബെഡ് എവിടെ? കോമൺ ബാത്ത് എവിടെ?
അങ്ങനെ ചോദിച്ചാൽ ഒരു പേരും വിളിക്കാനുള്ള ഒന്നും അതിലില്ല. ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചത് അതാ ഒരിക്കൽ ഞങ്ങൾ ബംഗാളിലെ ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരു കുടില്, ആ കുടിലിൽ ഒരു വലിയ കട്ടിലുണ്ട്, കയറുകൊണ്ട് വരിഞ്ഞ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിന്റെ അടിയിൽ ആട്ടിൻകുട്ടികൾ താമസിക്കുന്നുണ്ട്. ആ കയറിന്റെ മേലെയാണ് ഒരു കുടുംബം താമസിക്കുന്നത്. ബഹുമാനപ്പെട്ട മഹമൂദാജി ഇവിടുന്ന് പോയി. അവരും ആ യാത്രയിൽ നേരിട്ട് ആ രംഗം കാണാനുണ്ടായിരുന്നു. ആ യാത്രയിൽ ആ രംഗം നേരിട്ട് കാണാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വീടിന്റെ പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ കേവലം 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു കുടിലുണ്ടാക്കിയാൽ ആ നാട്ടിലെ മാന്യമായ വീടാകുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോയി. ആ ഗ്രാമത്തിലെ ജനങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞപ്പോൾ 100 കണക്കിന് ആളുകൾ അപേക്ഷയും കൊണ്ടുവരികയാണ്. ഒരു കെട്ട് അപേക്ഷയും കൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത്. അപ്പൊ കൂടുള്ളവർ ചോദിച്ചു, ഇതെന്താ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയാണോ? അത്രയും ആളുകൾ, അവർക്ക് വേണ്ടത് എന്താണ്? വെള്ളം വേണം, ഒരു ചെറിയ കിണർ, 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയ്ക്കുള്ള ഒരു കുടിവെള്ളം വേണം, അല്ലെങ്കിൽ ചെറിയ ഒരു കുടില് വേണം. ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ രാവിലെ മുതൽ കാത്തുനിന്ന് നട്ടുച്ച കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വലിയ പ്രതീക്ഷയോടെ ഒരു കടലാസ് തന്നിട്ട് പോയി, ഒരു അപേക്ഷ. ഒരിക്കലും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, അത്രയും ഏറെയുണ്ട്. ഞങ്ങൾ അവിടെയുള്ള നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ മുഴുവനും വസ്തുതകൾ പഠിക്കണം, നമുക്ക് ചെറിയൊരു ശതമാനം ആളുകൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായാലോ എന്ന്. അങ്ങനെ വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുന്നത്. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിവാഹങ്ങളിൽ ലക്ഷങ്ങളും ദശലക്ഷങ്ങളും കോടികളും പൊടിക്കുന്നില്ലേ? കുറച്ചു നാൾ മുമ്പ് ഡൽഹിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഒരു സഹോദരി ഒരു കത്തെഴുതി, കല്യാണത്തിന് സഹായിക്കണം. കല്യാണത്തിന് സഹായിക്കേണ്ട എന്താണെന്നറിയോ? നമുക്കൊന്നും മനസ്സിലാവാത്തൊരു ലോകമുണ്ട് ലോകത്ത്. നമുക്കൊന്നും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹമുള്ള കാലത്ത് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹമുള്ള കാലമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം. അഭയാർത്ഥി പ്രവാഹം എന്ന് പറഞ്ഞാൽ ധാക്കയിലേക്ക് പോയാൽ, ഇപ്പൊ ബംഗ്ലാദേശിലെ രാഷ്ട്രീയമൊക്കെ തകർന്ന് ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് ബർമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ പോയ ഒരു ക്യാമ്പാണ് ധാക്കയിലെ ക്യാമ്പ്. അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ വന്നു ചേർന്ന ക്യാമ്പാണ് ബുഡാപെസ്റ്റിലെ ക്യാമ്പ്, ഹംഗറിയിലെ അഭയാർത്ഥി ക്യാമ്പ്. ഇതുപോലെ ഓരോ രാജ്യത്തും അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനത്ത് താമസിക്കുന്ന അഭയാർത്ഥികളുണ്ട്. ഞങ്ങൾ ഒരിക്കൽ ഡൽഹിയിലെ അഭയാർത്ഥികളെ കാണാൻ വേണ്ടി പോയി. അവരുടെ കയ്യിൽ ഇന്ത്യയിലെ ഒരു പൗരത്വത്തിന്റെ ഒരു രേഖയും ഇല്ല. അവർ ഇന്ത്യക്കാരല്ല, അവര് ബർമയിൽ നിന്ന് വന്നവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ വലിയ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ടായിരുന്ന ആളുകളാണ് അവർ. നല്ല വീടുകളിൽ താമസിച്ചവരാണ്, നല്ല വിദ്യാലയങ്ങളിൽ മക്കളെ വിട്ട് പഠിപ്പിച്ചവരാണ്, നല്ല ജോലി ചെയ്തവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ കലാപമുണ്ടായപ്പോൾ അവർ ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. കുറെ ആളുകൾ ഡൽഹിയിൽ എത്തി, വാപ്പയെത്തി മക്കളെ കാണാനില്ല, മക്കളെത്തി വാപ്പയെ കാണാനില്ല, ഭാര്യയെത്തി ഭർത്താവിനെ കാണാനില്ല, ഭർത്താവെത്തി ഭാര്യയെ കാണാനില്ല. അങ്ങനെ ചിതറിപ്പോയ ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യമില്ല. എന്താണ് കാരണം? അവർക്കാകെയുള്ളത്
ഒരു റെഫ്യൂജി കാർഡ് മാത്രമാണ്, ഒരു അഭയാർത്ഥി കാർഡ് മാത്രമാണ് UN നൽകിയത്. അതാണ് അവരുടെ കയ്യിലുള്ളത്. അവര് താമസിക്കുന്നത് വീടുകളിലല്ല, സക്കാത്ത് ഫൗണ്ടേഷന്റെ ഒരു ഓപ്പൺ ഭൂമിയിലാണ്. ഡൽഹിയിലെ മുഴുവൻ വേസ്റ്റുകളും കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലത്താണ്. അവർക്ക് എവിടുന്ന ഉപജീവനം? അവർ ഡൽഹിയിലെ മുഴുവൻ വേസ്റ്റും കൊണ്ട് തള്ളുന്ന സ്ഥലത്ത് നിന്ന് പ്ലാസ്റ്റിക് വേർതിരിക്കും, ഇരുമ്പ് വേർതിരിക്കും, അങ്ങനെ ആക്രി സാധനങ്ങൾ വേർതിരിച്ചു കൊണ്ടുപോയി കച്ചവടം ചെയ്യും. അതുമാത്രമേ അവർക്ക് ഉപജീവനത്തിന് ഒരു മാർഗമുള്ളൂ. വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അവര് ചാളകളിൽ താമസിക്കുകയാണ്, ചേരികളിൽ താമസിക്കുകയാണ്. അവരോടൊന്ന് സംസാരിച്ചു നോക്കുമ്പോൾ അവരിൽ പലരും നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൽ ജീവിച്ചവരാണ്. പക്ഷേ അഭയാർത്ഥികളായപ്പോൾ അവരേറ്റവും വലിയ ദുരിതത്തിലേക്ക് വന്നുപോയി. ആ അഭയാർത്ഥി ക്യാമ്പിലുള്ള ഒരു ക്യാമ്പിലെ പെൺകുട്ടിയെ മറ്റൊരു ക്യാമ്പിലെ പുരുഷൻ വിവാഹം ചെയ്യാൻ പോകുന്നു. അവരും മനുഷ്യരാണല്ലോ. അപ്പൊ എന്താ വേണ്ടത് എന്നറിയോ? ആകെ കൂടി ആ കല്യാണത്തിന് വേണ്ടത് 7000 രൂപ. 7000 റുപ്യ കിട്ടിയാൽ കല്യാണം നടത്തായിരുന്നു. ഒരു കസേര വേണം, ഒരു ചെറിയ ഫാന് വേണം, വെള്ളം എടുത്തു വെക്കാൻ ഒരു പാത്രം വേണം. അങ്ങനെ ചില്ലറ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അഭ്യർത്ഥന നടത്തുന്നത്. ഇതാരാണ്? നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന ലക്ഷങ്ങളുണ്ട് ലോകത്ത്, മില്യണുകളുണ്ട് ലോകത്ത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ദിവസങ്ങളായി കിട്ടിയിട്ടില്ല. അതാ ഒരു കഷ്ണം റൊട്ടി കിട്ടുമെന്ന് കരുതിയിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടനയുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നു. കിട്ടിയ ബ്രെഡിന്റെ കൂടെ പൊട്ടിയ ബോംബിൽ തെറിച്ചുപോയ മനുഷ്യർ ഇന്നുമില്ലേ? ഫലസ്തീനിലില്ലേ? അപ്പോഴാണോ നമ്മൾ വിവാഹമാമാങ്കത്തിന്റെ ഇടയിൽ കോടികൾ പൊടിച്ചു കളയുകയും അതാ നൂറുകണക്കിന് ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേസ്റ്റാക്കി കളയുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് പരീക്ഷണം വെക്കും. അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണം ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കില്ല, നിങ്ങളുടെ മക്കൾക്കായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പേരക്കുട്ടികൾക്കായിരിക്കും. അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി ശാപം വെക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന്, ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. നമ്മൾ വിചാരിക്കും എന്റെ പൈസയല്ലേ, എന്റെ കോളല്ലേ, എന്റെ ക്യാഷ് അല്ലേ, എന്റേതല്ലേ, ആരാണ് എന്നോട് ചോദിക്കാൻ? ഇല്ല, ഇതിന്റെ മുഴുവനും മാലിക്കുൽ മുലൂക്കാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവൻ തന്നതല്ലാതെ ഒരു നിഅമത്തും ഒരു സമ്പത്തും ഒരാൾക്കുമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിൽ ഒരു പൊന്നിന്റെ വീട് വേണമെങ്കിൽ വെക്കാമായിരുന്നു. ഒരു പൊന്നിന്റെ വീട് വേണോ? വെക്കാം. ആരാ ചോദിക്കുക? ആരും ചോദിക്കൂല. ഹലാലായ പൊന്നുകൊണ്ട് വേണമെങ്കിൽ വീട് വെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായ ജീവിതം കാണിച്ചു കൊടുത്തു. ഒരാളുടെ സ്റ്റാൻഡേർഡിന് അനുസരിച്ച് മാന്യമായ വീട് അനുവദനീയമാണ്. അനാവശ്യമായ വീട് ധൂർത്താണ്. അനാവശ്യമായ വിനിയോഗം അതിവിനിയോഗമാണ്. പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയാനുള്ളതാണ്. ഞങ്ങള് ഉത്തരേന്ത്യയില് 10 കൊല്ലം മുമ്പ് ബീഹാറിലെ കട്ടിഹാറിൽ നിന്ന് നയാപ്പോള നൽസർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ചളി അടിച്ചു നിരത്തി പാടത്ത് പനമ്പെടുത്ത മെഹ്റാബ് വെച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ജുമുഅ നിസ്കരിക്കുന്ന സ്ഥലം. ഇന്നാ ലില്ലാഹ്.
ഞങ്ങൾ വളരെ വേദനയോടുകൂടി അവിടെ ചെന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ ജുമാ നിസ്കരിക്കുന്നത് ഇവിടെയാണ്. പള്ളി എവിടെ? പള്ളിയില്ല. കുടിലുണ്ടോ? ഒരു കുടില് പോലുമില്ല. പാടത്തെ ചളി അടിച്ചു നിരത്തി പനമ്പെടുത്ത് മെഹ്റാബ് വെച്ചിട്ട് നിസ്കരിക്കുന്ന ആളുകൾ. അവരോട് ഞങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട, പള്ളി നമ്മൾ ഉണ്ടാക്കിത്തരാം. അൽഹംദുലില്ലാഹ്, ഇന്നവിടെ മനോഹരമായൊരു പള്ളിയുണ്ട്, മനോഹരമായൊരു ഭവനമുണ്ട്. ഈ കഴിഞ്ഞ യാത്രയിൽ ഞങ്ങൾ 3 സ്ഥലങ്ങളിൽ പള്ളികൾ ഉദ്ഘാടനം ചെയ്തു. ഹാജി സാഹിബ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ചോദിച്ചു നോക്കൂ, എത്രയോ പാവപ്പെട്ട ഗ്രാമങ്ങളിൽ ഷെഡിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ അവർക്ക് പ്രതീക്ഷ നൽകാൻ നല്ലവരായ മനുഷ്യർ തന്നതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെയൊക്കെ നിസ്കരിക്കാൻ പോലും മാന്യമായ സൗകര്യമില്ലാത്ത കാലം നമ്മൾ നമ്മുടെ വീടുകൾ ആവശ്യത്തിനാകാം, പക്ഷേ അനാവശ്യത്തിനാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1 മാസത്തോളം അവിടുന്ന് ഒറ്റക്ക് താമസിച്ച ഒരു രംഗമുണ്ടായി. ഒരു 4 കാലിൽ ഉയർത്തി നിർത്തിയ ഒരു പെട്ടിക്കൂടിലാണ് താമസം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നപ്പോൾ അതാ സ്വഹാബികൾ പള്ളിയിലിരുന്ന് കരയുകയാണ്. പലരും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്നിമാരെ ത്വലാഖ് ചൊല്ലി എന്ന് വസ്തുത അറിയാതെ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തിന് വരും, ആരോടും കുശലാന്വേഷണമില്ല, നേരെ ആ പെട്ടിക്കൂടിലേക്ക് മടങ്ങിപ്പോകും. കാര്യമെന്താണെന്ന് സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഒന്ന് പോയി നോക്കാം, എന്താണ് വിവരമെന്നറിയാം. ആദ്യം അന്വേഷിച്ചു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരു അടിമക്കുട്ടിയുണ്ട് അവിടെ. ചോദിച്ചു, ഇപ്പോഴൊന്ന് കാണാൻ പറ്റുമോ എന്ന്. കാണാൻ അനുമതി കിട്ടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പോയിട്ട് പറഞ്ഞു, ആ ഖാദിമായ സ്വഹാബിയോട് പറഞ്ഞു, ഓ മോനെ, ഞാൻ എൻ്റെ മകൾ ഹഫ്സയുടെ കാര്യത്തിൽ ശിപാർശ ചെയ്യാൻ വന്നതല്ല, പൊതുവായ ഒരു കാര്യം ചോദിക്കാനാണ്. എനിക്ക് സമ്മതം വേണം മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നിട്ടുണ്ട്, പൊതുവായ എന്തോ കാര്യം അന്വേഷിക്കാനാണ്, ഇങ്ങോട്ട് വരാൻ സമ്മതം നൽകട്ടെ. അതെ, ആകാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന പെട്ടിക്കൂടിലേക്ക് ചെന്നപ്പോൾ ഈത്തപ്പനയുടെ മട്ടല് അടുക്കി കെട്ടിയിട്ട് റോസാ പുഷ്പം പോലെയുള്ള പൊന്നുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കട്ടിലിൽ കിടക്കുകയാണ്. ആ കെട്ടിയുണ്ടാക്കിയതിൽ കിടക്കുകയാണ്. അവിടുന്ന് എഴുന്നേറ്റിരുന്നപ്പോൾ ആ തിരുശരീരത്തെ ചമന്ന വരകളാണ്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്ന കാര്യം മറന്നുപോയി. ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, അവിടുത്തെ ശരീരത്തെ ചമന്ന വരകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അവിടുന്ന് കണ്ടില്ലേ? റോമിന്റെ ഭരണാധികാരി കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്? സാർ ചക്രവർത്തിമാര് സപ്രപഞ്ചങ്ങളിലല്ലേ കഴിയുന്നത്? അവിടുത്തേക്ക് ഒരു കൊട്ടാരമുണ്ടാക്കിക്കൂടെ നബിയേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എൻ്റെ കയ്യിൽ ക്യാഷില്ലല്ല ഉമറേ എന്നല്ല. കാരണം ഉഹദ് മല ചോദിക്കുന്നുണ്ട്, പൊന്നായി കൈവെള്ളയിലേക്ക് വരട്ടെ എന്ന്. അപ്പോൾ സമ്പത്തിയില്ലാത്ത ആളെന്ന് പറയാൻ വയ്യ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതിസമ്പന്നനായ സ്വഹാബിയാണ്. മുത്തുനബി തങ്ങൾക്കൊരു കൊട്ടാരം വേണമെന്ന് പറഞ്ഞാൽ ഇതിലേറെ സന്തോഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് വേറെയില്ല. വെച്ചുകൊടുക്കാൻ ആസ്തിയുള്ളയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമക്കളിൽ ഒരാളായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ഉസ്മാനുൽ ഗനീ, സമ്പന്നനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. വേണമെങ്കിൽ വീടാകാം, വേണമെങ്കിൽ കൊട്ടാരമാകാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഓ ഉമറേ, أنا في الدنيا كرجل استظل تحت شجرة وتركها. ഈ ലോകത്ത് നമ്മൾ ആരാണ്? ഇവിടെ എന്നും ജീവിക്കാൻ വന്നവരാണോ? നമ്മളിവിടെ കൊട്ടാരങ്ങളിൽ കഴിഞ്ഞുകൂടാൻ വന്നവരാണോ? സപ്രപഞ്ചങ്ങളിൽ ജീവിക്കാൻ വന്നവരാണോ? നമ്മൾ ആരാണെന്ന ഓർമ്മ വേണം. അന ഫി ദുനിയാ കറജുലിൻ ഇസ്തദല്ല തഹത ഷജറത്തിൻ. ഒരു യാത്രക്കാരനെ പോലെയാണ്, ഒരു മരച്ചുവട്ടിൽ തണൽ കൊള്ളാൻ ഇറങ്ങിയതാണ്. ക്ഷീണം മാറിയാൽ യാത്ര തുടരണം. അതുപോലെ അല്പം കഴിഞ്ഞാൽ ഈ ദുനിയാവ് വിട്ടു പോകണം. ഇതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ദുനിയാവ്. ഇവിടെ കൊട്ടാരമുണ്ടാക്കാൻ നേരമെവിടെ? ആരാണ് ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നേതാവാണ്. അവിടുന്ന് താമസിച്ച വീട് ഈ സ്റ്റേജിനോളം മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ വീടല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന് ഞങ്ങളുടെ വീടുകളോട് ചേർന്ന് ടോയ്ലറ്റുകളില്ല. സ്ത്രീകൾ മറക്കിരിക്കാൻ പോകുന്നത് രാത്രികാലങ്ങളിലാണ്. സഹീഹുൽ ബുഖാരിയിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഹദീസ് ഏതാണ്? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം കപട വിശ്വാസികൾ പറഞ്ഞുണ്ടാക്കിയ വിഷയത്തിലെ ഹദീസാണ്. ആ ഹദീസിന്റെ ആദ്യത്തിൽ കാണാം, അന്ന് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ വീടുകളിൽ വീടിനോട് ചേർന്ന് ടോയ്ലറ്റുകളില്ല. രാത്രികാലങ്ങളിൽ വെളിം പ്രദേശങ്ങളിലേക്ക്, കാലിപ്പുറങ്ങളിലേക്ക് രാത്രിയാണ് പോകാറുള്ളത്. അത്രമേൽ ലളിതമായ ജീവിതത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം അരനൂറ്റാണ്ടോളം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചു. അരനൂറ്റാണ്ടോളം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചു. അപ്പൊ സ്വഹാബത്തിന്റെ കാലമായില്ലേ? ബക്കറ്റ് കൊണ്ടുപോകും അല്ലേ? സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ സ്വഹാബത്തൊക്കെ ഇസ്ലാമിന് അനുകൂലമായ കാലത്തേക്ക് വന്നു. ഖിലാഫത്തിന്റെ കാലത്തേക്ക് വന്നില്ലേ? പിന്നീട് ഖലീഫയായി വന്നു അവിടുത്തെ പിതാവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, ഭരണാധികാരിയാണ്. പിന്നീട് ഖലീഫയായി വന്നത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യാപിതാവാണ്. ഇതെല്ലാമുള്ള കാലത്തും ആയിഷ റളിയല്ലാഹു അൻഹ മദീനത്തെ പള്ളിയോട് ചേർന്ന് ഹുജറത്തുൽ ശരീഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിൽ നിന്ന് ഒരു കർട്ടന്റെ മറവിൽ ഇപ്പുറത്ത് താമസിച്ചു. ഈ സ്റ്റേജിനോളം മാത്രം വലിപ്പമുള്ള ചെറിയ ഒരു വീട്ടിൽ. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും വരുന്ന ആളുകളിൽ പലരും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്.
അവിടുന്ന് ഹദിയകൾ നൽകാറുണ്ട്. രാവിലെ ചിലപ്പോ 1,00,000 രൂപ കിട്ടിയിട്ടുണ്ടാകും. വൈകുന്നേരമാകുമ്പോഴേക്കും മുഴുവനും ധർമ്മം ചെയ്തിട്ടുണ്ടാകും. കാരണം ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്കറിയാം, ഇതെന്നത്തേക്കുമുള്ള വീടല്ല, ഇതെന്നേക്കുമുള്ള ജീവിതമല്ല. യഥാർത്ഥ ജീവിതം ഇനി വരാനുള്ള ജീവിതമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന കാര്യങ്ങളെ ആത്മാവറിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കണം. നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മാത്രമല്ല, നമ്മുടെ വീട് മുഴുവനും നബവിയായ പരിസരമുള്ള വീടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രിയമുള്ള വീടാവണം. ഞാൻ പറഞ്ഞുവല്ലോ, ഇന്ന് ലോക മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മുഴുവനും കാരണം എന്താണ്? നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുന്നില്ല എന്നതാണ്. നിങ്ങൾക്കറിയുമോ, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ബൈത്തുൽ മുഖദ്ദസ് നമ്മളെ ഏൽപ്പിക്കുന്നത് ആരുടെ കയ്യിലാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. അന്ന് ഒരു ഉറുമ്പിന് പോലും നൊമ്പരമില്ലാതെയാണ് ബൈത്തുൽ മുഖദ്ദസ് നമ്മൾ ഏറ്റെടുത്തത്. ഒരു കലാപവും നടന്നില്ല, ഒരു സംഘട്ടനവും നടന്നില്ല, ഒരു പ്രതിസന്ധിയും ഉണ്ടായില്ല. മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ നിരവധി സ്വഹാബികൾ അപ്പോൾ സിറിയയിലുണ്ട്. ആ സമയത്ത് റോമക്കാരായ ക്രൈസ്തവ സഹോദരന്മാർ, അന്നത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ കൈകാര്യകർത്താക്കൾ പറഞ്ഞു, ഇത് നിങ്ങളെ തന്നെ ഏൽപ്പിക്കാം, നിങ്ങളാണ് യഥാർത്ഥ അവകാശികൾ. അത് ഏറ്റെടുത്ത് തരണമെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരിയായ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നേരിട്ട് വരണം. ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് വന്നാൽ ഞങ്ങൾ താക്കോൽ ഏൽപ്പിക്കാം. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഒരൊട്ടകപ്പുറത്ത് കൂടെ ഒരു പരിചാരകനുമുണ്ട്, രണ്ടുപേരും മാത്രം. മാസങ്ങളുടെ വഴിദൂരമുണ്ടല്ലോ അവിടേക്ക്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ഒരു വാഹനമേ ഉള്ളൂ, ഖാദിമിനും മഹാനവറുകൾക്കും കൂടി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുറച്ചു നേരം ഞാൻ വാഹനപ്പുറത്തിരിക്കും, ആ സമയത്ത് നീ കടിഞ്ഞാൺ പിടിക്കണം. പിന്നെ ഞാൻ വാഹനപ്പുറത്തിരിക്കും, പിന്നീട് നിങ്ങൾ വാഹനപ്പുറത്ത് കയറണം, ഞാൻ കടിഞ്ഞാൺ പിടിച്ചുകൊള്ളാം. അങ്ങനെ ഊഴം വെച്ച് യാത്ര ചെയ്യുകയാണ്. ഖാദിമായ മനുഷ്യൻ പറഞ്ഞു, വേണ്ട വേണ്ട, അവിടുന്ന് അമീറുൽ മുഅ്മിനീനല്ലേ, ഖലീഫത്തുൽ മുഅ്മിനീനല്ലേ, ഞാൻ നടന്നോളാം, നിങ്ങൾ വാഹനപ്പുറത്ത് യാത്ര ചെയ്തോ. വേണ്ട വേണ്ട. അങ്ങനെ ഊഴം വെച്ച് യാത്ര ചെയ്ത് അങ്ങ് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. റോമിന്റെ ഭരണാധികാരികളുണ്ട്, ക്രൈസ്തവ ചർച്ചിലെ പാത്രിയാർക്കീസുമാരുണ്ട്, അവരെല്ലാവരും കാത്തു നിൽക്കുകയാണ്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ലോകം ഞെട്ടിത്തെരിക്കുന്ന പേരുള്ള ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി വരും, ബൈത്തുൽ മുഖദ്ദസ് ഏറ്റെടുക്കാൻ പോവുകയാണ്. എല്ലാരും നോക്കി നിൽക്കുമ്പോൾ അങ്ങ് വാഹനപ്പുറത്ത്, ഒരൊട്ടകപ്പുറത്ത് ഒരാളുണ്ട്, ഒരാൾ കടിഞ്ഞാൺ പിടിച്ചിട്ടുമുണ്ട്. അടുത്തിങ്ങനെ വരികയാണ്. ഇവരെല്ലാവരും കൂടി കാത്തു നിന്ന് നോക്കിയപ്പോൾ എല്ലാവരും വാഹനപ്പുറത്തുള്ള ആളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ടവരെ, ആ വാഹനപ്പുറത്തുള്ള ആളല്ല ഞങ്ങളുടെ ഖലീഫ, ആ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ടുവരുന്ന ആളാണ്. ഇതെന്തു കാര്യം?
ഉമർ റളിയല്ലാഹു അൻഹു ഊഴം വെച്ച് യാത്ര ചെയ്തു വരികയാണല്ലോ. ആ യാത്രാക്രമം അനുസരിച്ച് പരിചാരകൻ മേലെ ഇരിക്കുന്ന സമയത്താണ് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് യാതൊരു മടിയും ഇല്ല. നേരെ അവിടെയുള്ള പാതിരിമാര് സ്വീകരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടം വെച്ച കുപ്പായമാണ് ധരിച്ചിട്ടുള്ളത്. 7 or 8 കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത കുപ്പായം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഓ ഉമറേ, ഇതെന്തു കുപ്പായമാണ്? ഇങ്ങനെയാണോ ഒരു ഔദ്യോഗിക ചടങ്ങിൽ ഏറ്റെടുക്കാൻ വരുന്നത്? അപ്പോൾ അബൂ ഉബൈദ തങ്ങൾ നല്ല ഒരു ഗൗണ് ധരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ഉബൈദ, നിങ്ങൾ തന്നെ എന്നോട് ഈ ചോദ്യം ചോദിച്ചല്ലോ, വല്ലാത്ത ചോദ്യമായി പോയി. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമുക്ക് പ്രതാപം എവിടെന്നാണ് അബൂ ഉബൈദ കിട്ടിയത്? നല്ല കുപ്പായത്തിൽ നിന്ന് കിട്ടിയതാണോ? നല്ല പണത്തിൽ നിന്ന് കിട്ടിയതാണോ? നല്ല പ്രതാപത്തിൽ നിന്ന് കിട്ടിയതാണോ? നല്ല സപ്രപഞ്ചങ്ങളിൽ നിന്ന് കിട്ടിയതാണോ? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ പ്രതാപങ്ങളും ഈമാനും ഇസ്ലാമും മുറുകെ പിടിച്ചപ്പോഴല്ലേ നമുക്ക് കിട്ടിയത്. നിങ്ങളിങ്ങനെ ഒരു പ്രൗഢിയുള്ള വേഷം ധരിച്ചുകൊണ്ട് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അബൂ ഉബൈദ തങ്ങളോട് പറഞ്ഞപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയാണ്, ക്ഷമിക്കണം ഉമർ എന്നവരെ, ഞാൻ ഈ ധരിച്ച ഗൗണ് എൻ്റെ ഇഷ്ടം കൊണ്ട് ധരിച്ചതല്ല. ഇവര് നിർബന്ധിച്ച് അവരുടെ ആതിഥ്യത്തിന്റെ ചിട്ടയിൽ പറഞ്ഞപ്പോ ഞാൻ ഇട്ടുപോയതാണ്. പ്രിയമുള്ളവരെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ അല്ലെങ്കിൽ ഖുദ്സ് പട്ടണത്തിന്റെ താക്കോല് കൊടുത്തു. ആ കണ്ടം കുപ്പായമിട്ട ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഭരണാധികാരി അധികാരപൂർവ്വം അർഹതയോടെ അത് വാങ്ങിയിട്ട് ചോദിച്ചു, ഇവിടെ ജൂതന്മാരായ ആളുകൾ, യഹൂദികളായ ആളുകൾ പുണ്യം കൽപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതെവിടെയാണ്? അപ്പോൾ പറഞ്ഞു, അതാ കാണുന്ന സ്ഥലം. നോക്കിയപ്പോൾ അവിടെ വേസ്റ്റുകൾ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ല. കുപ്പായ കൈയൊന്ന് കയറ്റി, ഉള്ള തുണിയൊന്ന് മെല്ലെ ഒതുക്കിക്കൂട്ടി, എന്നിട്ട് നേരെ സ്വന്തം കൈകൊണ്ട് അവിടം വൃത്തിയാക്കുകയാണ്. ഇത് കണ്ടപ്പോൾ കൂടെയുള്ളവരും ചേർന്നു. ഖുദ്സ് പട്ടണത്തിൽ അന്ന് ക്രൈസ്തവരുണ്ട്, അന്ന് ജൂതന്മാരുണ്ട്. ഒരാളെയും ഖുദ്സിൽ നിന്ന് പുറത്താക്കിയില്ല, ഒരാളെയും ആക്രമിച്ചില്ല. ലോക ചരിത്രം പറയുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ അഥവാ ഖുദ്സ് പട്ടണത്തിൽ എല്ലാ മതക്കാരും ഏറ്റവും ക്ഷേമൈശ്വര്യത്തോടെ ജീവിച്ച കാലമായിരുന്നു അത്. അപ്പോൾ ഈ ഖുദ്സ് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് തന്നെ കനീസത്തുൽ ഖിയാമ എന്ന ക്രൈസ്തവരുടെ ഒരു ദേവാലയമുണ്ട്. അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിന്റെ താക്കോലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഏൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അത് അവിടെയുള്ള ഒരു കുടുംബക്കാരെ ഏൽപ്പിച്ചു. ഇന്നും ആ പരമ്പരയുടെ കയ്യിലാണ് ആ താക്കോലുള്ളത്. അറിയുമോ? എന്നാൽ ഈ ഖുദ്സ് പട്ടണം നമ്മുടെ കയ്യിലായിരുന്നു. ഖുദ്സ് പട്ടണം നമ്മുടെ കയ്യിലായിരുന്നത് എപ്പോഴാണ്? നമ്മുടെ നേതാക്കളും നമ്മളും അല്ലാഹ് റസൂലുള്ളാഹ് എന്ന ആശയത്തിലും മഹബത്തിലും ജീവിച്ചപ്പോൾ, നമ്മളുടെ ഭാവഭേദങ്ങൾ കണ്ടുകൊണ്ടല്ല, നമ്മളെ അംഗീകരിക്കാൻ ലോകശക്തികൾ തയ്യാറായി. അപ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ബൈത്തുൽ മുഖദ്ദസ് നമ്മൾ ഔദ്യോഗികമായി ഏറ്റെടുത്തു. പിന്നെ എപ്പോഴാ ബൈത്തുൽ മുഖദ്ദസ് പോയത്? അത് പറയാനാണ് ഞാനിപ്പോ പറഞ്ഞത്. പിന്നെ എപ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസ് പോയത്?
ഇസ്ലാമിക ജനത മുഴുവനും ആർഭാടമുള്ള ജീവിതത്തിലേക്ക് വന്നപ്പോൾ ചരിത്രം വായിച്ചു നോക്കണം, ചരിത്രം പഠിക്കണം. നമ്മുടെ ആളുകളുടെ അമവി ഭരണാധികാരികളുടെ, അബ്ബാസി ഭരണാധികാരികളുടെ അവസാന കാലങ്ങളിൽ സാമ്പത്തികമായ വളർച്ചയുണ്ടായപ്പോൾ തഹജ്ജുദിന് ഉണരുന്ന വീടുകൾ ഇല്ലാതെയായി. ജമാഅത്തിന് വരാൻ ആളുകൾക്ക് നേരമില്ല.